അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വേർഡ് നമുക്ക് മനസ്സിലാക്കാം. അബ്സേർഡ് എന്നുള്ളതാണ്. ABSURD എന്നുള്ളതാണ്. ABSURD അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്സ് അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ വൈൽഡ്ലി അൺറീസണബിൾ, ഇല്ലോജിക്കൽ ഓർ ഇൻഅപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ്. വൈൽഡ്ലി അൺറീസണബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സേർഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വളരെ ഉചിതമല്ലാത്ത, യുക്തിപരമല്ലാത്തത്, ലോജിക്കൽ അല്ലാത്തത് നോക്കണം. റീസൺ റീസൺ യുക്തി എന്നുള്ളതാണ്. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഇനപ്രോപ്രിയേറ്റ് എന്നൊക്കെ പറഞ്ഞു. ഉചിതമല്ലാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തെ സംബന്ധിച്ച് അനുയോജ്യമല്ലാത്ത, പ്രാക്ടിക്കൽ എലമെന്റ്സ് ഇല്ലാത്ത, അബ്സേർഡ് ഐഡിയാസ് അല്ലെങ്കിൽ അബ്സേർഡ് ആയിട്ടുള്ള കമന്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. വൈൽഡ്ലി അൺറീസണബിൾ ആണ്, ഇല്ലോജിക്കൽ ആണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അപ്രോപ്രിയേറ്റ് അല്ല, ഉചിതമായിട്ടുള്ളത്. ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉചിതമല്ലാത്തത്. നൗണായിട്ട് വരുമ്പോൾ ദ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഓഫ് ബീങ് റെഡിക്കുലസ് ഓർ വൈൽഡ്ലി അൺറീസണബിൾ, സെയിം അർത്ഥം തന്നെയാണ്. അതായത് അൺറീസണബിൾ ആയിട്ടുള്ള, അങ്ങേയറ്റം യുക്തിഭദ്രമല്ലാത്ത, അല്ലെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഓഫ് ബീങ് റെഡിക്കുലസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക, അല്ലെങ്കിൽ കളിയാക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരവസ്ഥയാണ് നമ്മൾ അബ്സേർഡ് എന്ന് പറയുന്നത്. ദ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടീഷൻ എന്നുള്ള അവസ്ഥ എന്നുള്ളതാണ്. അപ്പം അഡ്ജക്റ്റീവായിട്ട് നൗണായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അബ്സേർഡ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ദ ഐഡിയ ദാറ്റ് എർത്ത് ഈസ് ഫ്ലാറ്റ് ഈസ് അബ്സേർഡ്. അതായത് ഭൂമി പരന്നതാണെന്നുള്ള ആശയം അബ്സേർഡ് ആണ്, ഇല്ലോജിക്കലാണ്, യുക്തിപരമല്ല എന്നാണ് പറയുന്നത്. ഹി ഫൗണ്ട് ദ ഹോൾ സിറ്റുവേഷൻ അബ്സേർഡ്. ദ ഹോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തെ മൊത്തമായിട്ട് വളരെ അബ്സേർഡായിട്ടാണ്, ഇലോജിക്കലായിട്ടാണ്, അല്ലെങ്കിൽ ഇനപ്രോപ്രിയേറ്റ് ആണ്, ഉചിതമല്ലാത്തൊരു സാഹചര്യമായിട്ടാണ് അതിനെ കണ്ടത് എന്നുള്ളതാണ്. ഹി ഫൗണ്ട് ദ ഹോൾ സിറ്റുവേഷൻ. പിന്നെ നൗണായിട്ട് വരുമ്പോൾ ഷീ ലാഫ്ഡ് അറ്റ് ദ അബ്സേർഡ് ഓഫ് ദ സിറ്റുവേഷൻ. ഹി ലാഫ്ഡ് അറ്റ് ദ അബ്സേർഡ് ഓഫ് ദ സിറ്റുവേഷൻ. ആ സാഹചര്യം എത്രത്തോളം അബ്സേർഡ് ആണെന്ന് ഉള്ളത് ഹി ലാഫ്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കി എന്നുള്ളതാണ്. ലാഫ് അറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നുള്ളതാണ്. ഷീ ലാഫ്ഡ് അറ്റ്, അവൾ കളിയാക്കി. ആ സാഹചര്യം എത്രത്തോളം ഇനപ്രോപ്രിയേറ്റ് ആണ്, അല്ലെങ്കിൽ ഇലോജിക്കൽ ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ളത് മനസ്സിലാക്കിയിട്ട് ഷീ ലാഫ്ഡ് അറ്റ്, അവൾ കളിയാക്കി. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക തന്നെ. ലാഫ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുക എന്നുള്ളത്. അറ്റ് ചേർത്ത്, ലാഫ് കഴിഞ്ഞ് അറ്റ് ചേർത്ത് പറയുമ്പോൾ ലാഫ് അറ്റ്, കളിയാക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പം അൺറീസണബിൾ ആയിട്ടുള്ളത്, ഇല്ലോജിക്കൽ ആയിട്ടുള്ളത്, ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അതിനെല്ലാം നമുക്ക് അബ്സേർഡ് എന്ന് പറയാം. അതിൻ്റെ മറ്റ് ഫോംസ് ഉണ്ട്, അബ്സേർഡിറ്റി എന്നൊക്കെ പറയാം. അബ്സേർഡിറ്റി. ഇവിടെ എനിക്കത് ലാസ്റ്റ് എക്സാമ്പിളിൽ ഷീ ലാഫ്ഡ് അറ്റ് ദി അബ്സേർഡിറ്റി ഓഫ് ദി സിറ്റുവേഷൻ എന്നാണ് ശരിക്കും വേണ്ടത്. അപ്പൊ ഈ 3 എക്സാമ്പിൾസ് ആണ് ഇതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 2 അർത്ഥതലങ്ങളുണ്ട്, ആഡ്ജക്റ്റീവായിട്ടും നൗണായിട്ടും. രണ്ടും റീസണബിൾ അല്ലാത്ത എന്നുള്ള അർത്ഥം വരുന്നതാണ്. നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഓഫ് ബീങ് റെഡിക്കുലസ് എന്ന് പറയാം. അപ്പം ഇതാണ് അബ്സേർഡ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇനി നമുക്ക് അടുത്ത വാക്ക് ശ്രദ്ധിക്കാം. അടുത്ത വാക്കാണ് അബൻഡൻസ് എന്ന് പറയും. ABUNDINCE എന്നുള്ളതാണ് സ്പെല്ലിങ്. അപ്പൊ അതിന്റെ 2 മീനിങ്സ് ഇവിടെ പറയുന്നുണ്ട്. രണ്ടും നൗണായിട്ടാണ്. എ വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. അതുപോലെ തന്നെ ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് ഹാവിങ് കോപ്പിയസ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. അല്ലെ പ്ലെന്റിഫുൾനെസ്, ഇൻ പ്ലെന്റി എന്നൊക്കെ പറയും, കേട്ടുണ്ടായിരിക്കും. പ്ലെന്റി ഓഫ് എന്നുള്ളത് എന്നുവെച്ചാൽ സമൃദ്ധി അല്ലെങ്കിൽ ധാരാളം ഉള്ള ഒരു അവസ്ഥയാണ് അബൻഡൻസ് എന്ന് പറയുന്നത്. എ വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്, ഏതിൻ്റെയെങ്കിലും വളരെയധികം അളവിലുള്ള ഒരവസ്ഥ. അബൻഡൻസ് ഓഫ് മണി എന്ന് പറയാം.
പണത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ സമൃദ്ധി അല്ലെങ്കിൽ ധാരാളമുള്ള അവസ്ഥ. പിന്നെ രണ്ടാമത്തെ ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ, കണ്ടീഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് ഹാവിങ് കോപ്പിയസ് ക്വാണ്ടിറ്റി എന്ന് പറയും. കോപ്പിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികമുള്ള, കോപ്പിയസ് ക്വാണ്ടിറ്റി, വളരെയധികം അളവിലുള്ള, കോപ്പിയസ് എമൗണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ പ്ലെന്റിഫുൾ, അത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്ലെന്റി ഓഫ് നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളമായിട്ടുള്ള, പ്ലെന്റി ഓഫ്. അപ്പൊ ഇതാണ് ഇതിന്റെ അർത്ഥം, അബൻഡൻസ്. സമൃദ്ധി അല്ലെങ്കിൽ ധാരാളമുള്ള അവസ്ഥയാണ് അബൻഡൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ 3 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? There was an abundance of food at the feast. There was an abundance of food at the feast. ഇവിടെ ഒരു പുതിയ വാക്കുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫീസ്റ്റ് എന്നുള്ളത്. ഫീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. There was an abundance of food, അല്ലെങ്കിൽ there was an abundance of items. ഇവിടെ സദ്യക്ക് വളരെയധികം ആഹാര വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. There was an abundance of food. ഫുഡ് എന്നാണ് പറയുന്നത്, ശരിക്കും പറഞ്ഞത് ഫുഡ്. നമ്മൾ ധാരാളം ഫുഡ് എന്നാണ് പറയുന്നത്, FUD എന്നാണ് നമ്മൾ പറയുന്നത്, ഫുഡ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ബുക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബുക്ക് എന്നാണ്, ബൂക്ക് എന്നാണ്, കൂക്ക്, ബൂക്ക്, കൂക്ക്, ഫുഡ്, ഇതൊക്കെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പൊ ഇത് there was an abundance of food at the feast. ഫീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ എന്നുള്ള അർത്ഥമാണ്. സദ്യക്ക് വളരെയധികം ആഹാര വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അബൻഡൻസ് ഓഫ് ഫുഡ് ആണ്, അബൻഡൻസ് ഓഫ് ഫുഡ്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഹി ഹാഡ് ആൻ അബൻഡൻസ് ഓഫ് ഐഡിയാസ്. അബൻഡൻസ് ഓഫ് ഐഡിയാസ് പറഞ്ഞാൽ ധാരാളം ഐഡിയാസ്, ആശയങ്ങളുള്ളൊരു പ്രോജക്റ്റിനെ കുറിച്ച്. ഹി ഹാഡ് ആൻ അബൻഡൻസ് ഓഫ് ഐഡിയാസ് ഫോർ ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിനെ കുറിച്ച് ധാരാളം ഐഡിയ അവനുണ്ടായിരുന്നു. ഹി ഹാഡ് ആൻ അബൻഡൻസ്, ഹി ഹാഡ്, അവനുണ്ടായിരുന്നു. കഴിഞ്ഞ കാലമാണ്, പാസ്റ്റ് ആണ്. ഹി ഹാഡ് ആൻ അബൻഡൻസ് ഓഫ് ഐഡിയാസ്, ധാരാളം ആശയങ്ങൾ, ഐഡിയ, പ്രോജക്റ്റിനെ കുറിച്ച് അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അബൻഡൻസ് പറഞ്ഞാൽ ധാരാളം, സമൃദ്ധിയായിട്ടുള്ളത്, ലാർജർ ക്വാണ്ടിറ്റിയിലുള്ളത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ദ ഗാർഡൻ പ്രൊഡ്യൂസ്ഡ് ആൻ അബൻഡൻസ് ഓഫ് വെജിറ്റബിൾസ്. ഇവിടെ ഗാർഡൻ എന്ന് പറയുന്നത് തോട്ടം എന്നുള്ളതാണ്. തോട്ടത്തിൽ നിന്നും ധാരാളമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ദ ഗാർഡൻ പ്രൊഡ്യൂസ്ഡ് ആൻ അബൻഡൻസ് ഓഫ് വെജിറ്റബിൾസ്. അപ്പൊ അബൻഡൻസ് ഓഫ് വെജിറ്റബിൾസ്, അബൻഡൻസ് ഓഫ് ഐഡിയാസ്, abundance of food, abundance of money. He is a man having an abundance of money. ധാരാളം ധനം കൈവശമുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം ഉള്ള, സമൃദ്ധിയായിട്ടുള്ള എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അബൻഡൻസ്. അപ്പൊ അതിന്റെ 3 എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. abundance of food, abundance of ideas, abundance of vegetables. എ വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. എന്തിൻ്റെയെങ്കിലും ഏറ്റവും കൂടുതൽ ധാരാളമായിട്ടുള്ള ക്വാണ്ടിറ്റി, അളവുകൾ ഉള്ള ഏതിനെ നമുക്ക് അബൻഡൻസ് എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എ വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്, അല്ലെങ്കിൽ ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് ഹാവിങ് എ കോപ്പിയസ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. പ്ലെന്റിഫുൾനെസ്, പ്ലെന്റിഫുൾനെസ് ഉള്ള ഒരു വാക്കാണ്. ഇൻ പ്ലെന്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻ പ്ലെന്റി. ഇത് ഇവിടെ എഴുതാൻ കൃത്യമായി കഴിയുന്നില്ല, സോറി. ഇൻ പ്ലെന്റി അല്ലെ പ്ലെന്റിഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം മീനിങ് തന്നെയാണ്. പ്ലെന്റി ഓഫ് എന്നുള്ളതാണ് നമ്മൾ സാറിന് യൂസ് ചെയ്യുന്നത്. പ്ലെന്റി ഓഫ് മണി, പ്ലെന്റി ഓഫ് ഫുഡ്. ഇപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ there was a plenty of food at the feast എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. he had a plenty of ideas for the project. The garden produced plenty of vegetables. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ
ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലെന്റി ഓഫ് ഉപയോഗിച്ചിട്ടുണ്ട് അബൻഡൻസിന് പകരം. അപ്പോൾ ഇതാണ് അബൻഡൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ. അടുത്ത വേർഡിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ മൂന്നാമത്തെ അതുപോലെ ഫൈനൽ വേർഡാണ് അബ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അബ്യൂസ് എന്നുള്ളത്. അബ്യൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ അതിൻ്റെ അർത്ഥം വരുന്നത് മിസ്യൂസ് ചെയ്യുക, ദുരുപയോഗം ചെയ്യുക, ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും അവസ്ഥയൊക്കെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ തെറ്റായ പർപ്പസിന് വേണ്ടി തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ വെർബായിട്ടും നൗണായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ നോക്കാം. ടു യൂസ് സംതിങ് ടു ബാഡ് ഇഫക്റ്റ്. ബാഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫലം. മോശം ഫലത്തിന് വേണ്ടി, മോശം ഫലം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷനെ ഉപയോഗിക്കുന്നതിനാണ് അബ്യൂസ് എന്ന് പറയുന്നത്. ഓർ ഫോർ എ ബാഡ് പർപ്പസ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ മിസ്യൂസ് എന്നുള്ള അർത്ഥം വരും. മിസ്യൂസ് ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നൗണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് സംതിങ് ആണ്. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അപ്രോപ്രിയേറ്റ്. നമ്മൾ മുമ്പലത്തെ വാക്കിനകത്ത് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു, ഉചിതമല്ലാത്ത, അനുചിതമായിട്ടുള്ള യൂസ് ഓഫ് സംതിങ്. ഏതിനെയെങ്കിലും നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിനെ അബ്യൂസ് ചെയ്യുക എന്ന് പറയാം. നമുക്ക് ക്രൂവൽ ആൻഡ് വയലന്റ് ട്രീറ്റ്മെന്റ് ഓഫ് എ പേഴ്സൺ ഓർ ആനിമൽസ്. അത് നമ്മൾ സാധാരണ അബ്യൂസ് എന്നുള്ള വാക്ക് ഈ ഒരു അർത്ഥതലത്തിലാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. ക്രൂവൽ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട്, അതുപോലെ തന്നെ വയലന്റ് ആയിട്ടുള്ള, പിന്നെ അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പെരുമാറുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അബ്യൂസ് ചെയ്യാന്ന് പറയാൻ പറ്റും. ദ ഹസ്ബൻഡ് അബ്യൂസ്ഡ് ദ വൈഫ്, അല്ലെങ്കിൽ ദ ബോസ് അബ്യൂസ്ഡ് ദി എംപ്ലോയി. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് വളരെ ക്രൂവലായിട്ടും വയലന്റ് ആയിട്ടും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അബ്യൂസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഒന്നാമത്തെ വെർബായിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ടു യൂസ് സംതിങ് ടു ബാഡ് ഇഫക്റ്റ്, മോശമായിട്ടുള്ള ഫലത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഏതിനെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മൾ നമ്മുടെ അബ്യൂസിങ് ആൽക്കഹോൾ എന്നൊക്കെ പറയാം. അബ്യൂസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി ആൽക്കഹോൾ വളരെ ഹാർംഫുൾ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അബ്യൂസ് ചെയ്യാന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഇംപ്രോപ്പർ യൂസ്, ഉചിതമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെപ്പൺസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്, അപ്പം അത് പിന്നെ മോശം അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കാൻ നമ്മളെ അബ്യൂസ് എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ക്രൂവൽ ആൻഡ് വയലന്റ് ട്രീറ്റ്മെന്റ് ഓഫ് എ പേഴ്സൺ. അതിന് 3 എക്സാമ്പിൾസ് ആണ്. വെർബായിട്ട് ഹി അബ്യൂസസ് പൊസിഷൻ ബൈ ടേക്കിംഗ് ബ്രൈബ്സ്. ടേക്ക് ബ്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി മേടിക്കുക എന്നുള്ളതാണ്. ഹി അബ്യൂസസ് പൊസിഷൻ, സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തു കൈക്കൂലി മേടിക്കുന്നതിൽ കൂടി എന്നുള്ളതാണ് ഹി അബ്യൂസസ് പൊസിഷൻ. അബ്യൂസ് എന്നുള്ളത് ഇപ്പം ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് സംതിങ് എന്നുള്ള അർത്ഥം എന്നാണ്. ദ ടു യൂസ് സംതിങ് ടു ബാഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഫോർ എ ബാഡ് പർപ്പസ്. ഇവിടെ ഒരു ഹിസ് പൊസിഷൻ, സ്ഥാനം ദുരുപയോഗം ചെയ്തു കൈക്കൂലി കൈപ്പറ്റിയതിനാൽ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഹി അബ്യൂസ് ഹിസ് പൊസിഷൻ ബൈ ടേക്കിംഗ് ബ്രൈബ്സ്. ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്നുള്ളതാണ്. ടേക്കിംഗ് ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി മേടിക്കുക. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ദ അബ്യൂസ് ഓഫ് പവർ ഈസ് അൺഅക്സെപ്റ്റബിൾ. അധികാര ദുർവിനിയോഗം എന്നുള്ള അർത്ഥമാണ് അബ്യൂസ് ഓഫ് പവർ. അധികാര ദുർവിനിയോഗം നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. ദ അബ്യൂസ് ഓഫ് പവർ, അത് അബ്യൂസിങ് വൺസ് പൊസിഷൻ എന്നുള്ളതാണ്. പവർ, അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായിരിക്കും, ആ വ്യക്തി ആ അധികാരസ്ഥാനം ദുരുപയോഗം ചെയ്യുന്നത് അക്സെപ്റ്റബിൾ അല്ല, ഒരിക്കലും അത് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അബ്യൂസ് ഓഫ് പവർ, അബ്യൂസ് ഓഫ് പൊസിഷൻ. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ദ ഷെൽട്ടർ ടേക്സ് ഇൻ ആനിമൽസ് ദാറ്റ് ഹാവ് സഫേർഡ് അബ്യൂസ്. ദ ഷെൽട്ടർ ടേക്സ് ഇൻ ആനിമൽസ്. ഷെൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭയം കൊടുക്കുന്ന സ്ഥലം. നമുക്കിപ്പം ഏതെങ്കിലുമൊക്കെ അഭയസ്ഥാനങ്ങൾ, ഷെൽട്ടർ. ദ ഷെൽട്ടർ ടേക്സ് ഇൻ ആനിമൽസ് ദാറ്റ് ഹാവ് സഫേർഡ് അബ്യൂസ്. അബ്യൂസ് പറഞ്ഞാൽ നമ്മൾ ഈ മൂന്നാമത്തെ അർത്ഥമാണ് ഇവിടെ, ക്രൂവൽ ആൻഡ് വയലന്റ് ട്രീറ്റ്മെന്റ്. ഈ ആനിമൽസ് പറഞ്ഞാൽ മൃഗങ്ങൾ, ഈ പറഞ്ഞ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ
അതുപോലുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരുന്ന അല്ല നേരിട്ട മൃഗങ്ങൾക്ക് ഷെൽട്ടറിൽ അല്ലെങ്കിൽ അഭയം കിട്ടിയെന്നുള്ളതാണ്. ഷെൽട്ടർ ടേക്സ് ഇൻ ആനിമൽസ്. ടേക്സിനെ റിസീവ്സ് അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഷെൽട്ടർ അക്കോമഡേറ്റ്സ് ആനിമൽസ് ദാറ്റ് ഹാവ് സഫേർഡ് അബ്യൂസ്. എന്നുവെച്ചാൽ ക്രൂരമായിട്ടുള്ള പിന്നെ രീതികൾ നേരിട്ട മൃഗങ്ങൾക്ക് പിന്നെ ഒരു ഷെൽട്ടർ അഭയസ്ഥാനം കിട്ടി അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം ഇവിടത്തെ മൂന്നാമത്തെ എക്സാമ്പിളിലെ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂവൽ ആൻഡ് വയലന്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള അർത്ഥം വരുന്നതാണ്. രണ്ടാമത്തെ ദ അബ്യൂസ് ഓഫ് പവർ, അധികാര ദുർവിനിയോഗമാണ്. ഒന്നാമത്തെ ഈ അബ്യൂസസ് പൊസിഷൻ, സ്ഥാനം മാനങ്ങൾ അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ദുർവിനിയോഗം ചെയ്തു, ദുരുപയോഗം ചെയ്തു എന്നുള്ള അർത്ഥം വരുന്നതാണ്. അപ്പം ഇതാണ് അബ്യൂസ് എന്നുള്ള അർത്ഥത്തിന്റെ 3 മീനിങ്സും അതുപോലെ തന്നെ 3 എക്സാമ്പിൾസും നടന്നത്. അപ്പോൾ ഇന്നത്തെ ഈ 3 വാക്കുകൾ ഇതൊക്കെയാണ്. പിന്നെ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത 3 വാക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.